സാർ, അമേരിക്കയുടെ ഏറ്റവും കൃത്യതയുള്ള വിമാനമാണ് F-16. ഇപ്പോൾ നമ്മളെ ഞെട്ടിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ F-16 റഷ്യ വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. അപ്പോൾ 25 രാജ്യങ്ങളിലേക്ക് അവരത് F-16 വിമാനം കൊടുക്കുന്നുണ്ട്. വിദേശ വിപണിയിൽ അവർക്ക് ഏറ്റവും ഡിമാൻഡുള്ള, അമേരിക്കയ്ക്ക് കയ്യിൽ നിന്ന് ആളുകൾ മറ്റ് രാജ്യങ്ങൾ വാങ്ങിക്കുന്ന ഏറ്റവും ഡിമാൻഡുള്ള വിമാനമാണ് F-16. അപ്പോൾ ഈ യുദ്ധത്തിൽ F-16 യുദ്ധവിമാനം റഷ്യൻ ആക്രമണത്തിൽ തകർന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വരുന്ന റിപ്പോർട്ട്. അമേരിക്കയെ സംബന്ധിച്ച് അത് അവർക്ക് ആ ആയുധ വിപണിയിൽ അവരുടെ ഡിമാൻഡ് ഇടിക്കുന്ന ഒന്നല്ലേ? ഇല്ല, ഈ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഈ ഒന്ന് F-16 പൊതുവെ അവർ നാറ്റോ അംഗരാജ്യങ്ങൾക്കും അതുപോലത്തെ ഇന്ത്യ പോലുള്ള അവരുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കും അവർ ഓഫർ ചെയ്യുന്ന വിമാനമാണ്. ഇത് F-16 നമ്മുടെ MiG-29 പണ്ടൊരു MiG-29 ബലക്കോവ് എന്ന് പറഞ്ഞ പരന്നാറി സോവിയറ്റ് റഷ്യൻ എയർഫോഴ്സിൻ്റെ പൈലറ്റ് ജപ്പാനിൽ കൊണ്ട് ചേർക്കി നാറ്റോയ്ക്ക് കൈമാറിയിരുന്നു. അതെന്ന് വെച്ചാൽ അന്ന് MiG-29 എന്നുള്ള ഈ വിമാനം അമേരിക്കക്കാർക്ക് പേടിയായിരുന്നു. കാരണം ഇവർക്ക് സാധനം എന്താണെന്ന് അവർക്ക് അറിയില്ല. റഷ്യൻ്റെ ടെക്നോളജി ഒന്നും സുപ്പീരിയർ ആയിരുന്നു, ഇവരെക്കാളും ഭേദമായിരുന്നു. ഇതൊരു വലിയൊരു വിമാനം അവർ എയർ എക്സ്പോയിൽ വെച്ചു. ഇതെന്ത് വിമാനം അമേരിക്കക്കാർ അറിയുന്നില്ല. അമേരിക്കക്കാർ CIA ഒരുപാട് അന്വേഷിച്ചു, എന്താ ഒരു വിവരവും കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ 60s 70s അമേരിക്കയുടെ ആകാശ സിസ്റ്റം പോലെ പറക്കും തളികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അന്നാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് വന്നത്. അത് ഈ MiG-29 എന്ന ലോകത്തെ അന്ന് ഏറ്റവും കൂടുതൽ മാക് 1.5 സ്പീഡിലൊക്കെ പോകുന്ന ഇതായിരുന്നു, നിരീക്ഷണ വിമാനമായിരുന്നു. നിരീക്ഷണ വിമാനം ബേസ് ചെയ്യും. ഇവർ വിചാരിച്ചത് ബോംബർ വിമാനമാണ്. ബോംബർ വിമാനങ്ങൾ വലിയ വിമാനങ്ങളായിരിക്കും. അപ്പോൾ ഈ ചെറിയ ഫൈറ്റർ പ്ലെയിനുകളുടെ ഇടയിലാണ് ഈ എക്സ്പോയിൽ ഈ വലിയ വിമാനം വെച്ചത്. അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ കൈപ്പബിലിറ്റീസ് എന്താണെന്ന് അമേരിക്കക്ക് അറിയില്ല. അവർ ചെയ്തത് ബോംബറാണ്. അപ്പോൾ ഇത് ബേസിക്കലി ചെയ്തുകൊണ്ട് ഇന്ന് അമേരിക്കയിൽ അലാസ്കയിലൊക്കെ പോയിട്ട് വ്യോമ നിരീക്ഷണം നടത്തി തിരിച്ചു വരും. അമേരിക്ക മിസൈൽ അയക്കും, ഒരൊറ്റ മിസൈൽ ഇതിന് കൊള്ളില്ല. കാരണം എന്ന് വെച്ചാൽ മിസൈലിന് പോകാൻ പറ്റുന്നതിനേക്കാൾ ഉയർന്ന വേഗത്തിലാണ്, അന്നത്തെ മിസൈലിന് പോകാൻ പറ്റുന്നതിനേക്കാൾ ഉയർന്ന വേഗത്തിലാണ് ഈ വിമാനം പോകുന്നത്. അങ്ങനെ ഇതൊരു എനിഗ്മയായിരുന്നു. അങ്ങനെയൊക്കെ എന്താ ബാലക്കോട്ടോ വന്നത്, ബാലക്കോട്ടല്ല, എൻ്റെ പേര് വന്നില്ല, അത് ഇപ്പോൾ വിട്ടു ഈ സാമ്യമുള്ള പേര്. ഈ നാറി ബലങ്കോവ്, ഈ നാറി ഈ വിമാനം അവിടെ അമേരിക്കയിൽ പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ട് ജപ്പാനിൽ കൊണ്ടുവച്ചിറങ്ങി. നാറ്റോ സഖ്യരാജ്യമാണല്ലോ ജപ്പാൻ. നാറ്റോ ജപ്പാൻ പെട്ടെന്ന് തന്നെ അമേരിക്ക ഭയങ്കര ആഘോഷമായിരുന്നു ഈ സാധനം കിട്ടി. അപ്പോൾ അവരിത് പറത്തി നോക്കി. പറത്തി ഭയങ്കര പവറുള്ള വിമാനം. പൊതുവേ വിമാനം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അലൂമിനിയം പോലുള്ള കനം കുറഞ്ഞ ലോഹങ്ങളുണ്ട്. ഇത് പക്ഷേ ഇരുമ്പാണ്. അങ്ങനെ പക്ഷേ ഇതിന് പ്രശ്നമുണ്ട്. അല്ല, ഇരുമ്പ് വെച്ച് അത് ഉണ്ടാക്കിയാൽ പറക്കും. അമ്മായി പവർ ഉണ്ടായി. എഞ്ചിൻ അമ്മായി ത്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന എഞ്ചിനായിരുന്നു. ഇത് ഇരുമ്പാണ്. ഭയങ്കര പവർഫുൾ വിമാനമാണത്. അത് പറത്തിയ ഇന്ത്യൻ പൈലറ്റുമാരൊക്കെ പറയുന്നേക്കാം. അങ്ങനെ ഇപ്പോഴും അത് ഉപയോഗിക്കുന്ന ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് സാധനം. എന്ന് വെച്ചപ്പോൾ നിരീക്ഷണത്തിനല്ല, അതിൻ്റെ വേറൊരു വേർഷൻ നമ്മൾ അറ്റാക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് പുതിയ നമ്മൾ മേടിച്ചു. റഷ്യയിൽ സോവിയറ്റ് റഷ്യ തകർന്ന സമയത്ത് ഉണ്ടാക്കി വെച്ച വിമാനങ്ങളുണ്ട്, ആരും മേടിക്കാതെ. അതിടയ്ക്ക് മോഡി പോയപ്പോൾ ചുളുവിലേക്ക് മേടിച്ചിട്ടുണ്ട്. മോഡി ഈ പരിപാടിയുണ്ട്. ഇപ്പോൾ ജോർദാനെന്നോ മറ്റോ, ജോർദാനല്ലേ, ഖത്തറിന്ന് മിറാഷ് സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ പോകും മോഡിക്ക് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ വലിയ പൈസയിലും ഇല്ല, നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് നല്ല മാൻ പവർ ഉള്ളതുകൊണ്ട് മോഡിഫൈ നല്ല ടെക്നീഷ്യൻസ് ഉണ്ട്, നമുക്ക് നല്ല പൈലറ്റുമാർ. അതുകൊണ്ട് നമുക്കത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അതൊക്കെ മതി. കാരണം ചൈനയും പാകിസ്ഥാനാണല്ലോ നമ്മുടെ ശത്രുക്കൾ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ അവരത് നോക്കുമ്പോൾ ഈ ഭയങ്കര അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതൊക്കെയാണ്. പിന്നെ ഭയങ്കര അന്ന് ഏറ്റവും കൂടുതൽ സ്പീഡ് പറക്കുന്നതാണ്, ഇരുമ്പുകൊണ്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ മിസൈൽ വന്നത് റഡാറിൽ പിടിക്കില്ല, ബ്ലൈൻഡാണ്. അടിയിൽ കൂടെ മിസൈൽ വന്നത് ബ്ലൈൻഡാണ്. വേറെ 1.5 മാക്കിലൊക്കെ പറക്കുമ്പോൾ പിന്നെ വിമാനം മൊത്തം അതിന് എഞ്ചിൻ മാറ്റി പണിയേണ്ട അവസ്ഥയാണ്. ബാക്ക് ബർണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എഞ്ചിൻ കേടായിപ്പോൾ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അമേരിക്ക ഇത് മൊത്തം മനസ്സിലാക്കി. എന്നിട്ട് റഷ്യ വന്ന് ഞങ്ങളെ വിമാനം തിരിച്ചയച്ചു തന്നു. അവരിന്ന് മൊത്തം അയച്ചു നോക്കി ഇതൊക്കെ പഠിച്ചതിന് ശേഷം തിരിച്ചയച്ചു. അത് ഈ എല്ലാം അയച്ചു നോക്കിയാൽ അമേരിക്ക ഒരു അത്ഭുതപ്പെട്ടു എന്ന് വെച്ചാൽ ഇതിൻ്റെ പല ഭാഗങ്ങളും ഈ സാധാരണ ഈ വെൽഡിങ് മെഷീനില്ലേ, അതുകൊണ്ട് വെൽഡ് ചെയ്ത് ചേർത്താണ്. ഇത്രയും പവർഫുൾ ആയിട്ടൊരു വിമാനത്തിൽ. അതാണ് റഷ്യൻ ടെക്നോളജി ഭയങ്കര. അതിൻ്റെ ബേസിസിലാണ് പിന്നെ ഇവർ ഈ വിമാനം ഉണ്ടാക്കുന്നത്, F-16 ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള ശക്തമായ വിമാനമാണ് F-16. അപ്പം F-16 ഈ പറയുന്ന പോലെ ഈ ഇസ്രായേലിനൊക്കെ അവർ കൊടുത്തിരുന്നു. അപ്പോൾ റഷ്യ ഇസ്രായേൽ അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ പലപ്പോഴും ഈ F-16 റഷ്യൻ വിമാനങ്ങൾ MiG-29 ഒക്കെ ആയിട്ട് അടിയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇസ്രായേലിൽ ഇപ്പോഴും പറയുന്ന ഒരു ഇതിഹാസ തുല്യമായ കഥ ഉണ്ട്. ഒരു യുദ്ധത്തിൽ ഈ പറയുന്ന
ഏതാണ് അതിൻ്റെ പേര്, നിങ്ങൾ പറഞ്ഞ F-16 2 ചിറകുകൾ നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് ഈ വിമാനം ലാൻഡ് ചെയ്തു സേഫായിട്ട്. അങ്ങനെ ലെജൻഡറി ആയിട്ടുള്ള വിമാനമാണ്. അപ്പോൾ റഷ്യ ഇവർ തമ്മിൽ ഏറ്റവും ഇപ്പോൾ F-16 ആണ് കൂടുതൽ കില്ലിങ്സ്. F-16 ഒരുപാട് റഷ്യൻ വിമാനങ്ങളെ കൊന്നിട്ടുണ്ട്. റഷ്യൻ വിമാനങ്ങൾ ഏതാണ്ട് നഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. പക്ഷേ അടി കിട്ടിയത് എവിടെ നിന്ന് അറിയാം, നമ്മളെ വർദ്ധമാനല്ലേ, അഭിനന്ദൻ ഒരു ഇത് പിന്നെ MiG-29 ഭയക്കം ചേർന്ന MiG-21 ഉപയോഗിച്ചിട്ട് അവന്മാരുടെ പാകിസ്ഥാൻ്റെ F-16 അടിച്ചിട്ടു. ഇത് ഭയങ്കര നാണക്കേടായിപ്പോയി, ഭീകര നാണക്കേടായിപ്പോയി അമേരിക്ക. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ സാധനം. ഇവർ തമ്മിലുള്ള ഈ ഒരു F-16 അങ്ങനെ വെടിവെച്ചിടാൻ പറ്റത്തില്ല, അത് എളുപ്പമല്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ റഷ്യൻ്റെ സ്ട്രോങ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ MiG-29 F-16 കണ്ടാൽ നിങ്ങൾക്ക് ഏതാണ്ട് സാദൃശ്യം തോന്നും. അപ്പം ഇതിൻ്റെ പ്രോബ്ലം കിടക്കുന്നത് വെച്ചാൽ പിന്നെ മൾട്ടി എഞ്ചിനാണോ ഒരു സിംഗിൾ എഞ്ചിനാണോ എന്നുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഫ്രെയിം അതാണ്. അപ്പോൾ ഇത് റഷ്യയും ഈ അമേരിക്കയും ആണ് ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. പിന്നെ ഇപ്പം പിന്നെ ഫ്രാൻസിൻ്റെ റഫേലും യൂറോഫൈറ്റർ ഉണ്ടെങ്കിലും പരമ്പരാഗതമായിട്ടുള്ള കണ്ടൻറ്റേഴ്സ് ഇവർ രണ്ടുപേരാണ്. അപ്പോൾ ഇതിൽ റഷ്യൻ വിമാനങ്ങൾ പോരാന്നുള്ള ഫീൽ വന്ന സമയത്താണ് MiG-21 ഉപയോഗിച്ചിട്ട് മറ്റേത് അടിച്ചിരുന്നത്. ഇപ്പോൾ താണ്ടെ ഇതും കൂടെ എടുക്കും. അത് അമേരിക്കയ്ക്ക് ആ അർത്ഥത്തിലൊരു ക്ഷീണമാണ്. പക്ഷേ ആ അർത്ഥത്തിലൊരു ക്ഷീണമാണെങ്കിൽ പോലും കില്ലിങ്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഡോഗ് ഫൈറ്റിലൊക്കെ കൂടുതൽ റഷ്യൻ വിമാനങ്ങളെ കൊന്നത് ഈ F-16 F-14 ഉണ്ട്, ടോം ക്യാറ്റ്. അതിപ്പോൾ അമേരിക്ക മൊത്തം അതിൻ്റെ മുമ്പ് പറഞ്ഞില്ലേ, ഇറാൻ അവർ കൊടുത്ത വിമാനം, ഇറാൻ്റെ ഏറ്റവും അത്യന്താധുനിക വിമാനം അതാന്ന് പറഞ്ഞില്ലേ അന്ന്, ഈ ടോം ക്യാറ്റ് വിമാനം. ഈ രണ്ട് അതിപ്പോൾ ടോം ക്യാറ്റ് ഇപ്പോൾ അമേരിക്കനായില്ല, മൊത്തം നശിപ്പിച്ച് കളഞ്ഞവർ. അപ്പം ഈ കില്ലിങ്ങിൽ ഏറ്റവും കൂടുതൽ റഷ്യൻ വിമാനങ്ങളാണ് ചത്തിട്ടുള്ളത് ഡോഗ് ഫൈറ്റിലേക്ക്. അത് ടോം ക്യാറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര രസമാണ്. ഏറ്റവും പ്രഗത്ഭനായ ടോം ക്യാറ്റ് പൈലറ്റ് ഏതാണ്ട് ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഏതാണ്ട് 16ഓളം MiG-29 വെടിവെച്ചിട്ട ആളാണ്, ഒരു ഇറാൻകാരനാണ്. അയാളാണ് പിന്നെ F-14 ഉപയോഗിച്ചുകൊണ്ട് ടോം ക്യാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വിമാനങ്ങളെ റഷ്യൻ വിമാനങ്ങളെ വെടിവെച്ചിട്ട ആൾ അമേരിക്കക്കാരനല്ല, ഇയാളാണ്. ഭയങ്കര പൈലറ്റാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കഥ. ഇപ്പോൾ അവർ കൊടുക്കുന്ന F-16 എന്ന് വെച്ചാൽ F-16 പൊതുവെ 4th ജനറേഷൻ ഫൈറ്ററാണ്. അതിൽ അവരിപ്പം മറ്റ് പല ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ F-35 ഒക്കെ ചോദിച്ച സമയത്ത് അത് അവർ കൊടുക്കില്ല. അവർ നാറ്റോ രാജ്യങ്ങൾ തുർക്കി ഒഴികെയുള്ള നാറ്റോ രാജ്യങ്ങൾക്ക് അവരെ കൊടുക്കുള്ളൂ F-35. തുർക്കിക്ക് എന്ത് കൊടുക്കാത്ത? തുർക്കി മുസ്ലിം രാജ്യമായതുകൊണ്ട് വേറെ ഇല്ല. അവരുടെ പ്രധാനപ്പെട്ട അലയാണ് തുർക്കി നാറ്റോയിൽ. ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്, ജർമ്മനിക്ക് കൊടുത്തിട്ടുണ്ട്, ബ്രിട്ടന് കൊടുത്തിട്ടുണ്ട്, ജപ്പാന് കൊടുത്തിട്ടുണ്ട്, തുർക്കിക്ക് കൊടുത്തില്ല. എന്താ കാരണം? മുസ്ലിം രാജ്യമായതുകൊണ്ട്. വേറെ ഒരു കാരണം ഞാൻ കാണുന്നില്ല. കാരണം വേണ്ടേ? അപ്പോൾ അവർ കൊടുത്തിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ഇതിന് പണ്ട് ഇറാനായിട്ട് ഇവർ സഖ്യരാജ്യമായിരുന്ന സമയത്താണ് ഈ ടോം ക്യാറ്റ് F-14 ടോം ക്യാറ്റ് ഇറാന് കൊടുത്തത്. അന്നത്തെ F-35 ഇന്നത്തെ F-35 പോലെയാണ്. ഇറാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റവന്മാരുടെ കയ്യിലായി, ഇസ്ലാമിസ്റ്റുകളുടെ. അപ്പോൾ അതോട് ഈ വിമാനം അവരുടെ ശക്തമായിട്ടുള്ള ഒരു അസറ്റായി മാറി. അതുകൊണ്ടായിരിക്കാം ഈ മുസ്ലിം രാജ്യമായതുകൊണ്ട് ഇവർ കൊടുക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അത് ടെക്നിക്കൽ റീസൺ മറ്റു പലതും പറയുന്നുണ്ടാവും, കാരണം അതായിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ F-35 ഡിമാൻഡ് വന്ന സമയത്ത് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പറയുന്ന F-16 എന്ത് ചെയ്തു, അപ്ഗ്രേഡ് ചെയ്തിട്ട് 4.5 ജനറേഷൻ ആക്കി. കുറച്ച് സ്റ്റെൽത്ത് കപ്പാസിറ്റി ഒക്കെ വെച്ചുകൊണ്ട് നമ്മളെ റഫേൽ പോലെ ആക്കി. അത് വേണമെങ്കിൽ ഇന്ത്യക്ക് തരാൻ തുടങ്ങും. അപ്പോൾ ഇന്ത്യ അതും റഫേലും വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് റഫേലിന് അത്ര വിലയല്ല. അമേരിക്കൻ സാധനങ്ങൾ ഭയങ്കര വില, അറിയാലോ, ഭയങ്കര വിലയാണ്. മാത്രമല്ല അതിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ റഫേലും ചെയ്യും. പിന്നെ നമുക്ക് റഷ്യൻ നല്ല റഷ്യ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല പൈലറ്റുമാരുള്ളത് ഫ്രഞ്ച് വാർപ്ലെയിൻസ് ഉപയോഗിക്കും. നമ്മൾ മിറാഷ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിൻ്റെ ശക്തമായ വിങ് ഉണ്ട്, നമുക്കതിൻ്റെ ഒരു നോഹൗ ഒക്കെ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് നമ്മൾ F-16 അവർ ഓഫർ ചെയ്തിട്ടും അത് മേടിക്കാതെ നമ്മൾ എന്തിനോട് പോയത്, നമ്മൾ ഇതിലേക്ക് റഫേലിലേക്ക് നമ്മൾ പോയത്. അപ്പം അമേരിക്കയിലെ ഇപ്പം മോസ്റ്റ് സോട്ട് ആഫ്റ്റർ വിമാനം F-35 ഒന്നല്ല, F-22 റാപ്റ്ററാണ്. അത് അവർ ആർക്കും കൊടുക്കുക. 200 വിമാനം ഉണ്ട് അവരതിൽ. അതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് വിമാനം, സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള, എന്ന് വെച്ചാൽ റഡാറിന് പിടിക്കാൻ പറ്റില്ല, ഡബിൾ എൻജിൻഡ് ആയിട്ടുള്ള അതിശക്തമായിട്ടുള്ള സിറ്റുവേഷൻ അവയർനെസ്. എന്ന് വെച്ചാൽ ആ വിമാനം ആകാശത്ത് പറക്കുമ്പോൾ പൈലറ്റ് ഏകാഗിയാണ്, ചുറ്റുപാടുള്ള മറ്റ് പൈലറ്റുമായിട്ടുന്ന ബന്ധവുമില്ല. അതിന് റേഡിയോ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെൽത്ത് പോകും. അപ്പോൾ അതെന്ന് വെച്ചാൽ മൊത്തം അത് സെമി ഓട്ടോമാറ്റിക്കാണ് വിമാനം, അല്ലെ പിന്നെ പൈലറ്റ് ഉണ്ട് എന്നേ ഉള്ളൂ. വല്ല ഈ അപ്പുറത്ത് മിസൈലൊക്കെ ലോഞ്ച് ചെയ്ത് വിമാനം തന്നെ അറിയും. അതാണ് സിറ്റുവേഷൻ അവയർനെസ്. അപ്പോൾ ഔഡി കാറിലേക്കല്ല, അപ്പുറത്തുനിന്ന് വണ്ടി വരികയാണ് ഇപ്പോഴേ നമ്മൾ ബീപ്പ് അടിക്കില്ലേ, അതുപോലുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള വിമാനമാണത്. അത് അവരാർക്കും കൊടുക്കും, ഇസ്രായേലിന് പോലും കൊടുത്തില്ല.
പിന്നെ അമേരിക്കയിൽ ഇപ്പം ഉള്ള ഏറ്റവും സോർട്ട് ആഫ്റ്റർ F-35 ആണ്. അതിനെപ്പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ F-22 സിംഗിൾ എഞ്ചിൻ വെർഷനാണത്. അത് ഇസ്രായേലിനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര വിലയാണ് വിമാനത്തിനൊക്കെ. അതും അവർ നാറ്റോ രാജ്യങ്ങൾ തോക്കി ഒഴിച്ചുള്ള പ്രമുഖ രാജ്യങ്ങൾക്ക് അവർ കൊടുത്തിട്ടുള്ളൂ. ബാക്കി രാജ്യങ്ങൾക്ക്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അവരുണ്ടാക്കിയാണ് F-16 മറ്റേ 4.5 ജനറേഷൻ ഇവിടെ സെമി സ്റ്റെൽത്ത് ഈ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള വേർഷൻ. അപ്പോൾ ഇത് റഷ്യൻ ഇപ്പം നിലവിലുള്ള റഷ്യൻ ഫൈറ്റേഴ്സുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് അഡ്വാൻസ്ഡ് ഒക്കെ തന്നെയാണ്. 1-2 കില്ലിങ്സ് സംഭവിച്ചു എന്നല്ലാതെ ഒരു പഴയതിനെയാണ് നമ്മുടെ വർദ്ധമാൻ വെടിവെച്ചിട്ടത്, അഭിനന്ദൻ വെടിവെച്ചിട്ടത്. ഇത് പുതിയതാണ്, ഇപ്പോഴുള്ള സാധനങ്ങൾ പുതിയതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ റഷ്യനെ കയറി. അപ്പോൾ ഇവിടെയുള്ള ചില ആളുകൾ റഷ്യൻ സാധനങ്ങൾ ഭയങ്കര മോശം, അത്ര മോശം എന്നല്ല, അവർ ഈ എസ്പെഷ്യലി അവരുടെ ആൻറ്റി മിസൈൽ സിസ്റ്റം അത് ശക്തമാണ്. അതൊന്നും വലിയ മോശമൊന്നുമുള്ള സാധനമാണ്. പക്ഷേ അവരുടെ ഔട്ട്ഡേറ്റഡ് സാധനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന സുഗോയിൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ഉള്ള മിസൈലുകളില്ല. അതുകൊണ്ടാണ് അന്ന് ഓടിപ്പോയത് അമേരിക്ക, ഈ പാകിസ്ഥാൻകാർ F-16 ഉപയോഗിച്ച സമയത്ത്. പിന്നെ അന്ന് അഭിനന്ദൻ്റെ ഒരു മിടുക്കൊണ്ടാണ് അന്ന് നമ്മൾ മറ്റേത് ഉപയോഗിച്ചിട്ട്, അഭിനന്ദനായിരുന്നു അന്ന് എയറിലുണ്ടായിരുന്നത്, F-31 പിന്നെ MiG-21. അപ്പോൾ അഭിനന്ദനെ മിടുക്കും അന്ന് ആ ഒരു അവാക്സ് ഇത് കണക്ട് ചെയ്യുന്ന ഈ രണ്ട് വിമാനം ലോക്ക് ചെയ്യുന്നത്. അവാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഡാർ മോള് ഘടിപ്പിച്ചിട്ടുള്ള ബോയിങ്ങിൻ്റെ വിമാനമുണ്ട്. ആ അവാക്സ് വിമാനത്തിലുള്ള ലേഡി ഉണ്ട്, അവരുടെ പേര് ഞാൻ മറന്നു, ഒരു കവളോ മറ്റൊന്നോ, അവർക്ക് അവാർഡ് കിട്ടിയിരുന്നു. അവരാണ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവരുടെ മികവും അഭിനന്ദൻ്റെ മികവും കാണാം. അപ്പം പക്ഷേ അത് ആ മിസൈലിൽ അത് ഫയർ ചെയ്തപ്പോൾ തന്നെ വിമാനം തകർന്നു പോയി. അങ്ങനെയാണ് അഭിനന്ദൻ അവിടെ പെട്ടുപോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ അമേരിക്കക്ക് അത് വലിയ ഒരു പിന്നെ ക്ഷീണമൊന്നുമല്ല. കാരണം അവരുടെ മോസ്റ്റ് അഡ്വാൻസ് സാധനങ്ങളൊന്നും അല്ല ഇത്. പിന്നെ ആ ഒരു അജയ്യത ഉണ്ടല്ലോ, ഇതുവരെ വീണിട്ടില്ല എന്നുള്ളത്, അതിപ്പോൾ 2 തവണ ഇപ്പം പഴയതും 1 വീണു, ഇപ്പം പുതിയതും 1 വീണു, അങ്ങനെയുണ്ട്. പിന്നെ റഷ്യയുടെ മിസൈൽ ടെക്നോളജിയൊക്കെ പറ്റി വലിയ അങ്ങനെ മോശം ആൻറ്റി മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ പറ്റിയിട്ട് ഭയങ്കര മോശമായിട്ട് പലതും പറയുന്നുണ്ടായിരുന്നു. അത് ഇപ്പോഴും ലോകത്തെ നമ്പർ 1 ഇത് തന്നെയാണ്, S-400 ആണ്. അതുകൊണ്ടാണ് നമ്മളത് മേടിച്ച്, നമ്മൾ മാത്രമല്ല തുർക്കി നാറ്റോ സഖ്യരാജ്യമാണ്, അവർക്ക് അമേരിക്കനോട് മേടിച്ചാൽ പോരായിരുന്നു, റഷ്യയുടെ ഇത് മേടിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ റഷ്യക്കൊരു എന്താ പറയുക, ചെറിയൊരു മൊബൈൽ ബൂസ്റ്ററാണ്. പിന്നെ ഇവിടെയുള്ള ചില ആളുകളെ വായടപ്പിക്കാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.